ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ഗുലാബ് ജാം ഉണ്ടാക്കാമേ. അതിനായിട്ട് ഞാൻ ഗുലാബ് ജാം മിക്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതേ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചെറിയ ചെറിയ ബോൾസായിട്ട് അതിനെ ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് ഞാൻ ചപ്പാത്തി പലയെ വെച്ച് ഇങ്ങനെ കറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉരുട്ടിയെടുക്കാം. അത് നല്ല ഷേപ്പും കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മൾ ഇത്രയും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏത് എണ്ണ വേണോ ഒഴിക്കാം, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതിലോട്ട് ഈ ബോൾസ് എല്ലാം ഇട്ട് വറുത്തെടുക്കണം. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഈസി ഗുലാബ് ജാം മിക്സ് കിട്ടും. ഞാൻ അതാണ് മേടിച്ചുണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ കോരാവേ, ചെറിയ തീയിലിട്ട് വറുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. ദേ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിലോട്ട് കുറച്ച് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പഞ്ചസാര എന്ന അളവിൽ ഇട്ട് കൊടുക്കാം. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കയെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി വരുന്ന ഒരു പരുവാകുന്നവരെ നമുക്കിത് കുറുക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ അതിൽ വേറൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഗുലാബ് ജാമിൻ്റെ മിക്സ് എല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് അതിനകത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കതിന് റെസ്റ്റ് കൊടുക്കാം. അപ്പോഴത്തേക്കും ഗുലാബ് ജാം മിക്സിൽ എല്ലാം പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാം